നമ്മൾ ഉത്തരേന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉഷ്ണതരംഗത്തിലേക്ക് ഉത്തരേന്ത്യ പോകുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിശക്തമായ ചൂടാണ്. ദില്ലി, ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പാണുള്ളത്. ഫെമിന നമ്മളോട് പറയും എന്താണ് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ കാലാവസ്ഥയെന്ന്. ഫെമിന, ഇവിടെ നമ്മൾ കേരളത്തിൽ ഇനി മഴയെക്കുറിച്ച് സംസാരിക്കുന്ന സമയമാണ്. കാലവർഷം എത്താൻ വേണ്ടി പോവുകയാണ്. പക്ഷേ നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ശക്തമായ ചൂട്, ഉഷ്ണതരംഗമടക്കമുള്ള കാര്യങ്ങളാണ് അവിടെ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. അതിശക്തമായ ചൂടാണോ അനുഭവപ്പെടുന്നത്? കാലാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതികഠിനമായിട്ടുള്ള ചൂടാണ് അനുഭവപ്പെടുന്നത്. പല സംസ്ഥാനങ്ങളിലും ദില്ലിയിലും ഹരിയാനയിലും പഞ്ചാബിലും എല്ലാം വലിയ തരത്തിലുള്ള ചൂടാണ് അനുഭവപ്പെടുന്നത്. ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉഷ്ണതരംഗം ഇവിടെ ഉണ്ട്. അത്തരത്തിൽ വലിയ ഒരു ചൂടാണ് അനുഭവപ്പെടുന്നത്. ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ 12 മണിക്ക് ശേഷം പുറത്തിറങ്ങരുതെന്നും ദാഹം അനുഭവപ്പെടുന്നില്ല എങ്കിലും നന്നായി വെള്ളം കുടിക്കണമെന്നുമൊക്കെയാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ദേശീയ ശരാശരിയായിട്ടുള്ള 46.4 ഡിഗ്രി സെൽഷ്യസിനും കൂടുതലാണ് പലയിടങ്ങളിലും അനുഭവപ്പെടുന്ന ചൂട്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ 48 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് അനുഭവപ്പെടുന്നത്. അത്തരത്തിൽ വലിയ കഠിനമായിട്ടുള്ള ചൂടാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഈ ഉഷ്ണതരംഗം ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം ദില്ലിയിലെ പല ഭാഗങ്ങളിലും 45 ഡിഗ്രിയിൽ കൂടുതലാണ് ചൂട് അനുഭവപ്പെടുന്നത്. അത്തരത്തിൽ കഠിനമായിട്ടുള്ളൊരു ചൂടാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകെയുള്ളത്. ഈ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനായിട്ട് ആശുപത്രികൾക്ക് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സൂര്യതാപം ഏൽക്കാതിരിക്കാനായിട്ട് ജനങ്ങളോട് ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലെ ദില്ലി ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും യെല്ലോ അലേർട്ട് തുടരുകയാണ്. ശരി, ഓക്കെ, ശരി.